വെൽക്കം ടു എപ്പിസോഡ് 3. ഈ എപ്പിസോഡിൽ ടേബിൾ വ്യൂ സെല്ലിലെ ക്ലിക്ക് എടുക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ ക്ലിക്ക് എടുക്കുന്നു, അടുത്ത സ്ക്രീനിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നു. നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്ക്രീനിൽ നിന്ന് സെക്കൻഡ് സ്ക്രീനിലേക്ക് എങ്ങനെ ഡാറ്റ പാസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കുന്നത്. സോ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 2 ഡാറ്റ സോഴ്സ് മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ എപ്പിസോഡിൽ ഒരു ഡെലിഗേറ്റ് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യം പറയാം. സോ സെല്ലിൽ ക്ലിക്ക് എടുക്കുന്ന ഡെലിഗേറ്റ് മെത്തേഡാണ് did select row at index path. So table view did select row at index path. ഒരു ടേബിൾ വ്യൂവിൻ്റെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് കോൾ ബാക്ക് വരിക. സോ ഇവിടെ കോൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആ മൂവി ഒബ്ജക്റ്റ് കിട്ടണം, അതായത് ഏത് സെല്ലിലാണോ ക്ലിക്ക് ചെയ്തത് ആ മൂവി ഒബ്ജക്റ്റ് കിട്ടണം. രണ്ടാമത് അടുത്ത സ്ക്രീനിലേക്ക് മൂവ് ചെയ്യണം. ഫസ്റ്റ് മൂവി ഒബ്ജക്റ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയും അഗെയിൻ ഇൻഡെക്സ് പാത്ത് ഉണ്ട്. ഇവിടെ നമ്മൾ സെല്ലിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡെക്സ് പാത്ത് യൂസ് ചെയ്താണ് ലോഡ് ചെയ്തത്. സോ സിമിലർ വേ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള മൂവീസ് അറേൻ്റെ ഉള്ളിൽ നിന്നും ഇൻഡെക്സ് പാത്ത് ഡോട്ട് റോയിലിരിക്കുന്ന മൂവി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂവി ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും. ദെൻ ഈ മൂവി ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, മൂവി ഒബ്ജക്റ്റ് നമുക്ക് അടുത്ത വ്യൂ കൺട്രോളറിലേക്ക് പാസ് ചെയ്താൽ മതി. ഇവിടെയാണ് ഒരു പ്രശ്നം. അടുത്ത വ്യൂ കൺട്രോളറിലേക്ക് പാസ് ചെയ്യാൻ നമ്മൾ ഇതൊരു പുതിയ വ്യൂ കൺട്രോളർ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, നമുക്കൊരു വ്യൂ കൺട്രോളർ ഉണ്ടാക്കാം. വ്യൂ കൺട്രോളർ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ മെയിൻ സ്റ്റോറി ബോർഡിൽ വരുന്നു. ഒരു വ്യൂ കൺട്രോളർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. സോ വ്യൂ കൺട്രോളർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ വ്യൂ കൺട്രോളർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തെങ്കിലും ഇത് നമ്മളൊരു ക്ലാസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ ഒരു ക്ലാസ് ഉണ്ടാക്കാം. ന്യൂ ഫയൽ, സ്വിഫ്റ്റ് ഫയൽ ഉണ്ടാക്കി. ഓക്കെ, വേണ്ട, വേറെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. കൊക്കോ ടച്ച് ക്ലാസ് ഉണ്ടാക്കി. ഇതൊരു UI വ്യൂ കൺട്രോളർ ആണെന്ന് നമുക്കറിയാം. നമുക്കതിനൊരു പേര് കൊടുക്കാം, ഡീറ്റെയിൽ വ്യൂ കൺട്രോളർ എന്ന് എടുത്തു. ലാംഗ്വേജ് സ്വിഫ്റ്റ് ആണ്, സെലക്ട് ചെയ്തു. ഓക്കെ, എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളവിടെ സേവ് ചെയ്തു. ഇപ്പോൾ അതിവിടെ വന്നു. ഞാൻ ചുമ്മാ വ്യൂ കൺട്രോളിൻ്റെ താഴത്തേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ സ്റ്റോറി ബോർഡിൽ ആഡ് ചെയ്തിട്ടുള്ള വ്യൂ കൺട്രോളറിൽ വരുന്നു. അതിനാ ക്ലാസ് അസൈൻ ചെയ്യുന്നു. ഇവിടെ വരിക, 1 2 3 4ാമത്തെ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡീറ്റെയിൽ വ്യൂ കൺട്രോളർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കാര്യങ്ങളെല്ലാം സെറ്റായി. നമ്മുടെ ഡീറ്റെയിൽ വ്യൂ കൺട്രോളർ റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വ്യൂ കൺട്രോളറിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ ക്ലിക്ക് എടുക്കുമ്പോൾ ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിലേക്ക് പോകുന്നത് എങ്ങനെ എന്ന് നോക്കാം. സോ പല രീതിയിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഒന്ന്, നമ്മൾ ആ വ്യൂ കൺട്രോളറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നാവിഗേറ്റ് ചെയ്യാം, അതൊരു വഴി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഒരു സെഗ്വേ യൂസ് ചെയ്തിട്ടാണ്. സ്റ്റോറി ബോർഡിൽ നമുക്കൊരു സെഗ്വേ ക്രിയേറ്റ് ചെയ്യാം. സെഗ്വേ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ബോർഡിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന റൗട്ട്സ് ആണ് സെഗ്വേ. സോ ബേസിക്കലി ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ വലിച്ചിടുന്നു, ഇവിടെ നിങ്ങോട്ട് വലിച്ചിടുന്നു. ഷോ എന്ന് പറഞ്ഞൊരു സെഗ്വേ ഉണ്ടെങ്കിൽ ഇതാണ് സെഗ്വേ. ഈ സെഗ്വേക്ക് ഞാനൊരു പേര് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു പേര് കൊടുത്തിട്ട് ആ പേര് ചുമ്മാ വിളിച്ചു കഴിഞ്ഞാൽ ഈ വ്യൂ കൺട്രോളറിൽ നിന്ന് ഈ വ്യൂ കൺട്രോളറിലേക്ക് പോകും. നമ്മൾ തൽക്കാലം അങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മൾ സാധാരണ രീതിയിലാണ് ചെയ്യുന്നത്. സോ വ്യൂ കൺട്രോളറിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ എന്തുണ്ടാക്കണം, നമ്മൾ ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഡീറ്റെയിൽ വ്യൂ കൺട്രോളർ എവിടെയാണുള്ളത്, മെയിൻ ഡോട്ട് സ്റ്റോറി ബോർഡിലാണുള്ളത്. സോ ആദ്യം മെയിൻ ഡോട്ട് സ്റ്റോറി ബോർഡിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. മെയിൻ ഡോട്ട് സ്റ്റോറി ബോർഡിനകത്ത് നിന്ന് ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. UI സ്റ്റോറി ബോർഡ് നെയിം, എന്താ നെയിം, മെയിൻ, രണ്ടിലും ഇല്ലെന്ന് കൊടുത്താൽ മതി. സോ സ്റ്റോറി ബോർഡ്. സോ നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റോറി ബോർഡിന് ഇവിടെ കിട്ടി. സ്റ്റോറി ബോർഡ് ഡോട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് വ്യൂ കൺട്രോളർ വിത്ത് ഐഡൻറ്റിഫയർ. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബട്ട് നമ്മൾ ഇതുവരെ ആ വ്യൂ കൺട്രോളറിന് ഒരു ഐഡൻറ്റിഫയർ കൊടുത്തിട്ടില്ല. ഓക്കെ, നമുക്കൊരു ഐഡൻറ്റിഫയർ കൊടുക്കാം. ഇവിടെ വരുന്നു, ഇതിൻ്റെ പേര്
ഡീറ്റെയിൽ വ്യൂ കൺട്രോളർ എന്നായിരുന്നു. സോ ഇവിടെ വരുന്നു, ഈ വ്യൂ കൺട്രോളർ വരുന്നു, ഇവിടെ അതിനൊരു പേര് കൊടുക്കുന്നു, അതിനൊരു ഐഡന്റിഫയർ കൊടുക്കുന്നു. സോ തിരിച്ചു വരുന്നു നമ്മുടെ ഇൻസ്റ്റാൻഷിയേറ്റ് വ്യൂ കൺട്രോളർ ബൈ ഐഡന്റിഫയർ. എന്താണോ ഐഡന്റിഫയർ എന്നിട്ട് നമ്മൾ പറയുന്നു, ഇപ്പോൾ ഇൻസ്റ്റാൻഷിയേറ്റ് വ്യൂ കൺട്രോളർ ഒരു വ്യൂ കൺട്രോളർ ആണെന്നേ അറിയുള്ളൂ, കോഡിന് ഇപ്പോഴും അറിയില്ല അത് ആക്ച്വലി ഡീറ്റെയിൽ വ്യൂ കൺട്രോളർ ആണ് എന്ന്. സോ അതൊന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമ്മളത് ഡീറ്റെയിൽ വ്യൂ കൺട്രോളർ ആണ് എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ എന്താ സംഭവിച്ചത് ഒന്നുകൂടി പറയാം. നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റോറി ബോർഡ് അറിയാം. സോ സ്റ്റോറി ബോർഡിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. സ്റ്റോറി ബോർഡിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ സ്റ്റോറി ബോർഡിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മളൊരു ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനി ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിലേക്ക് എങ്ങനെ പോവാം എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഇങ്ങനെയാണ് ഒരു വ്യൂ കൺട്രോളറിൽ നിന്ന് അടുത്ത വ്യൂ കൺട്രോളറിലേക്ക് നാവിഗേറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് നാവിഗേഷൻ കൺട്രോളർ ഡോട്ട് പുഷ് വ്യൂ കൺട്രോളർ. എന്താണ് വ്യൂ കൺട്രോളർ നമ്മൾ ഇട്ടിട്ടുള്ള പേര്? VC എന്നാണ് നമ്മൾ പേരിട്ടുള്ളത്. VC അനിമേറ്റഡ് ട്രൂ. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഒരു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തു, ഒരു ക്രാഷ് ഉണ്ടായി. നമുക്ക് നോക്കാം എന്താണ് ക്രാഷ് നോക്കാം. സോ ക്രാഷ് നോക്കുമ്പോൾ പറയുന്നത് കുഡ് നോട്ട് ഫൈൻഡ് എ സ്റ്റോറി ബോർഡ് നെയിംഡ് മെയിൻ. എന്തായിരുന്നു പ്രശ്നം? മെയിൻ M ക്യാപ്സ് ആയിരുന്നു, അതായിരുന്നു പ്രശ്നം. ഓക്കെ, M ക്യാപ്സ് ആക്കി നമ്മൾ വീണ്ടും റൺ ചെയ്തു. ഇനിയും പ്രശ്നം ഉണ്ടാവും. നമ്മൾ പ്രശ്നം ഉണ്ടാക്കി കാണിക്കുകയാണ് ഞാൻ. ക്ലിക്ക് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. നമ്മളിവിടെ ഓൾറെഡി കോഡ് എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത വ്യൂ കൺട്രോളിലേക്ക് പോകാൻ. ഒന്നും സംഭവിച്ചില്ല. അപ്പം എന്തുണ്ടായെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇട്ട് നോക്കാം. ഇവിടെ ആക്ച്വലി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൾ ബാക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, കോൾ ബാക്ക് വരുന്നുണ്ട്. എന്നിട്ടും അടുത്ത വ്യൂ കൺട്രോളിലേക്ക് പോകുന്നില്ല. അപ്പം എന്താ നടക്കുന്നതെന്ന് നോക്കാം. നടക്കുന്നത് ഈ സെൽഫ് ഡോട്ട് നാവിഗേഷൻ കൺട്രോളർ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ PO സെൽഫ് ഡോട്ട് നാവിഗേഷൻ കൺട്രോളർ നോക്കുമ്പോൾ പറയുന്നത് നാവിഗേഷൻ കൺട്രോളർ ഇല്ല എന്നാണ്. നാവിഗേഷൻ കൺട്രോളർ ഇല്ലാത്തത് കൊണ്ടാണ് അടുത്ത സ്ക്രീനിലേക്ക് പോകാത്തത്. സോ നമ്മളൊരു നാവിഗേഷൻ കൺട്രോളർ എങ്ങനെ ആഡ് ചെയ്യും? മെയിൻ ഡോട്ട് സ്റ്റോറി ബോർഡ് പോകുന്നു. ഇതായിരുന്നല്ലോ നമ്മുടെ ഇനീഷ്യൽ വ്യൂ കൺട്രോളർ. ഇതിനെ എംബഡ് ഇൻ നാവിഗേഷൻ കൺട്രോളർ എന്ന് കൊടുക്കും. ഇപ്പോൾ ഈ ടേബിൾ വിന്, അതായത് നമ്മുടെ മെയിൻ വ്യൂ കൺട്രോളറിനെ ഒരു നാവിഗേഷൻ കൺട്രോളറിൽ എംബഡ് ചെയ്തു. അപ്പോൾ ഇതിന് സെൽഫ് ഡോട്ട് നാവിഗേഷൻ കൺട്രോളർ എന്ന് വിളിക്കുമ്പോൾ ഒരു നാവിഗേഷൻ കൺട്രോളർ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അടുത്തതിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, വീണ്ടും നമ്മൾ റൺ ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ബ്രേക്ക് പോയിന്റിൽ കോൾ വന്നു, ഇട്ടു, അടുത്ത സ്ക്രീനിലേക്ക് പോയി. ഒരിക്കൽ കൂടെ കാണിക്കാം. ബ്രേക്ക് പോയിന്റ് ഒഴിവാക്കി ബാക്കിലേക്ക് വരുന്നു, ക്ലിക്ക് ചെയ്യുന്നു, അടുത്തതിൽ പോകുന്നു, ഏത് ക്ലിക്ക് ചെയ്താലും പോകും. ബട്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു, അടുത്ത സ്ക്രീനിലേക്ക് പോയി. പക്ഷേ ഇവിടെ എത്തിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല നരസിംഹം ആണോ ക്ലിക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ 2020 ആണോ ക്ലിക്ക് ചെയ്തത്, CID മൂസ ആണോ ക്ലിക്ക് ചെയ്തത്. പ്രത്യേകിച്ച് ഡാറ്റയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വ്യൂ കൺട്രോളിൽ നിന്നും ഈ വ്യൂ കൺട്രോളറിലേക്ക് എങ്ങനെ ഡാറ്റ പാസ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു മൂവി ഒബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതങ്ങോട്ട് പാസ് ചെയ്തിട്ടില്ല. പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിൽ പോകുന്നു. ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിൽ നമ്മൾ പറയുന്നു var മൂവി. ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് VC ഡോട്ട് ദ മൂവി ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടിയ മൂവി ഒബ്ജക്റ്റ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് കൂടി നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു മൂവി അറേ ഉണ്ടായിരുന്നു. മൂവി അറേയിൽ എത്രാമത്തെ ഐറ്റം ആണോ നമ്മൾ ക്ലിക്ക് ചെയ്തത്, ടേബിൾ വ്യൂവിൽ ക്ലിക്ക് ചെയ്തത്, സോ ഇതെടുക്കാം. നരസിംഹം ക്ലിക്ക് ചെയ്ത് ഞാൻ ഒന്ന് ബ്രേക്ക് പോയിന്റ് ഇട്ട് കാണിക്കാം. നരസിംഹം ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കും. നരസിംഹം ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇൻഡെക്സ് ഡോട്ട് റോ എത്രയായിരിക്കും? ഇൻഡെക്സ് ഡോട്ട് റോ 0 ആയിരിക്കും. ഓക്കെ,
അപ്പോൾ മൂവീസിലെ ആദ്യത്തെ ഐറ്റം എന്താണ്? നരസിംഹമാണ്. സോ നരസിംഹം എന്ന് പറഞ്ഞ മൂവി ഒബ്ജക്റ്റ് ആണ് ഇപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആ മൂവി ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ വ്യൂ കൺട്രോളറിന്റെ ദ മൂവി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. ഇനി നമുക്ക് ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിനകത്ത് പോവാം. ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിനകത്ത് പോയി ഡീറ്റെയിൽ വ്യൂ കൺട്രോളറിനകത്ത് പോയ ശേഷം ഒരു ലേബൽ ആഡ് ചെയ്യാം. ഒരു ലേബൽ ആഡ് ചെയ്യുന്നു. ആ ലേബലിന് സെന്റർ ഹൊറിസോണ്ടലി, സെന്റർ വെർട്ടിക്കലി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ എഡിറ്റർ അസിസ്റ്റന്റ് എടുക്കുന്നു. എഡിറ്റർ അസിസ്റ്റന്റ് എടുത്ത് ഈ ലേബലിന് നമ്മൾ ഒരു IB ഔട്ട്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. LBL മൂവി എന്ന് നമ്മൾ പേര് കൊടുത്തു. വ്യൂഡിറ്റ് ലോഡിൽ മൂവി ലേബലിലേക്ക് നമ്മൾ നമ്മുടെ മൂവി ഒബ്ജക്റ്റിൽ നിന്നുള്ള പേര് അസൈൻ ചെയ്യുന്നു. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഈ വ്യൂ കൺട്രോളർ ഈ പാസ് ചെയ്തിട്ടുള്ള ദ മൂവി ഒബ്ജക്റ്റിലുള്ള മൂവിയുടെ പേര് അവിടെ ഡിസ്പ്ലേ ആവണം. റൺ ചെയ്ത് നോക്കാം. നരസിംഹം വന്നു, 2020 CID മൂസ. സോ ഇങ്ങനെയാണ് ഒരു വ്യൂ കൺട്രോളിൽ നിന്നും അടുത്ത വ്യൂ കൺട്രോളിലേക്ക് ഡാറ്റ പാസ് ചെയ്യുക. വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പാസ് ചെയ്യാൻ. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു വ്യൂ കൺട്രോളിൽ നിന്ന് അടുത്ത വ്യൂ കൺട്രോളിലേക്ക് സെഗ്വേ വെച്ച് പോകാമെന്ന് പറഞ്ഞു. സെഗ്വേ വെച്ച് ചെയ്യുമ്പോൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുക. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു പ്രോപ്പർട്ടിയിലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്യുക. ഒരു വ്യൂ കൺട്രോളറിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അസൈൻ ചെയ്യുക തന്നെയാണ് ചെയ്യുക. പക്ഷേ ലിറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുക എന്ന് മാത്രം. സോ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ആപ്ലിക്കേഷൻ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഇത്രയാണ്. ഒരു മൂവി ലിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക, അത് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുക, ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നത് എങ്ങനെയാണ് കാണിക്കുക, ഡാറ്റ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് കാണിക്കുക. ഏറ്റവും ബെയർ മിനിമം ആയിട്ടുള്ള കാര്യമാണ് ഈ ട്യൂട്ടോറിയലിൽ ഉദ്ദേശിച്ചിരുന്നത്. ഇനി ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള മൂവി ഒബ്ജക്ട്സ് എല്ലാം ഹാർഡ് കോഡാണ്. നമ്മുടെ കയ്യിൽ ലോക്കൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് തന്നെ നമ്മൾ ഹാർഡ് കോഡ് വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ആപ്ലിക്കേഷനും അങ്ങനെ ഹാർഡ് കോഡ് ആയിരിക്കില്ല. എല്ലാം സെർവറിൽ നിന്ന് വരുന്ന ഡാറ്റ ആയിരിക്കും. ഒരു API ഉണ്ടാവും, നമ്മളത് വിളിക്കുന്നു, ആ APIയിലുള്ള ഡാറ്റ വെച്ച് നമ്മൾ കാണിക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെയോ. അതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.